നെയ്യാറ്റിൻകര സമാധി കേസിൽ നിർണായക മൊഴിയുമായി ബന്ധു. മരിച്ച ഗോപൻ സ്വാമി അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്നുവെന്നാണ് ബന്ധുവിന്റെ മൊഴി. കുടുംബത്തിന്റെ മൊഴിയിൽ ദുരൂഹതയുണ്ടെന്നും പോലീസ്. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു. വിഷ്ണു, ഏറെ ദുരൂഹതയുണ്ട്. ഗോപൻ സ്വാമിയുടെ സമാധിയിലേക്ക് കടക്കുമ്പോൾ, അല്ലെങ്കിൽ സമാധിയായി എന്ന് മക്കൾ പറയുമ്പോൾ പോലും അവിടെ ഒരു ദുരൂഹത തുടരുന്നുണ്ട്. അല്ലെങ്കിൽ മകന്റെ മൊഴിയിൽ ഒരു വൈരുദ്ധ്യം നാട്ടുകാരും അതേപോലെ തന്നെ ബന്ധുക്കളും പറയുന്നുണ്ട്. എങ്ങനെയാണ് പുതിയ വിവരങ്ങൾ? കാളിദാസൻ, ഇന്നലെയാണ് ഈ വിവരം വലിയ രീതിയിൽ ദുരൂഹതയുള്ളതായി പുറത്തു വരുന്നത്. അതായത് വ്യാഴാഴ്ച ഈ ഗോപൻ സ്വാമി മരണപ്പെടുകയായിരുന്നു. വ്യാഴാഴ്ച മരിച്ചതിന് ശേഷം രാത്രിയോടെ വലിയ പൂജാകർമ്മങ്ങൾ നടത്തി സമാധി ഇരുത്തി സ്ലാബ് ഇട്ട് അടയ്ക്കുകയായിരുന്നു. ഈ സമാധി ഇരുത്തിയതിന് പിന്നാലെ പിറ്റേന്ന് രാവിലെയാണ് റോഡരികിൽ പോസ്റ്ററുകൾ വെച്ചത്. ഈ പോസ്റ്ററുകൾ അമ്പലത്തിന്റെ, അതായത് ഈ വീടിനോട് ചേർന്ന് തന്നെ ഈ ഗോപൻ സ്വാമി ഒരു അമ്പലം പരിചരിച്ചു വരികയായിരുന്നു. ഈ അമ്പലത്തിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആളായതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് ഇയാളെ നന്നായി അറിയാമായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ മരണവിവരം മാത്രം വളരെ വൈകിയാണ് നാട്ടുകാർ അറിഞ്ഞത്. ഈ സമാധിക്ക് ശേഷം പിറ്റേന്ന് ആണ് ഈ പോസ്റ്ററുകൾ കണ്ടപ്പോഴാണ്, വീട്ടുകാർ പതിപ്പിച്ച പോസ്റ്ററുകൾ കണ്ടപ്പോഴാണ് നാട്ടുകാർക്ക് മനസ്സിലായത് ഇദ്ദേഹം മരിച്ചുവെന്ന്. അതിനു പിന്നാലെയാണ് നാട്ടുകാർ ഈ മക്കളെ സമീപിക്കുകയും രണ്ട് ആൺമക്കളോടും കാര്യങ്ങൾ തിരക്കുകയും ചെയ്തത്. അതിൽ നിന്ന് വ്യക്തമായത് ഈ സമാധി നടന്നതിനെ തുടർന്ന് നാട്ടുകാരെയോ ആരെയോ അറിയിക്കേണ്ട എന്ന് അച്ഛന്റെ ആഗ്രഹമാണെന്നാണ് മക്കൾ പറഞ്ഞിരുന്നത്. അത് വലിയ ദുരൂഹത ഉയർത്തിയിരുന്നു. അതായത് ഈ മരണവിവരം പിന്നീടാണ് നാട്ടുകാർ അറിഞ്ഞത്. ഇത് എങ്ങനെയാണ് മരിച്ചത് എന്നുള്ള കാര്യത്തിൽ നാട്ടുകാർക്ക് സംശയമുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി വാർഡ് കൗൺസിലർമാർ അടക്കമുള്ളവർ പരാതി നൽകി പോലീസിനെ വിവരമറിയിച്ചു. പോലീസ് ഇതിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. അപ്പോഴാണ് ഈ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് പോലീസ് ചോദ്യം ചെയ്തത്. പോലീസ് മൊഴിയെടുക്കുന്ന സാഹചര്യത്തിൽ മൊഴിയിൽ വലിയ വ്യത്യാസമുണ്ട്. രണ്ട് മക്കളും പറയുന്ന കാര്യങ്ങളിൽ തന്നെ മൊഴിയിൽ വ്യത്യാസമുണ്ട്. അതോടൊപ്പം ബന്ധുവിനോട് ചോദ്യം ചെയ്തു. ബന്ധുവും മൊഴി നൽകിയതിൽ കാര്യമായ വ്യത്യാസമുണ്ട്. അതായത് ഈ മരണത്തിൽ നടന്നപ്പോൾ, സമാധിയിരുന്നപ്പോൾ ഇദ്ദേഹം, ഈ ഗോപൻ സ്വാമി സ്വന്തമായി രാവിലെ 11:30 തന്നെ സ്വന്തമായി നടന്നു പോയാണ് സമാധി ഇരുന്നത് എന്നാണ് ഈ ആദ്യം നൽകിയ മൊഴി. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് സൂചിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് ബന്ധു നൽകുന്നത്. അതായത് ബന്ധു ആ വീട്ടിലേക്ക് മരണത്തിന് തൊട്ടു മുമ്പ് പോയിരുന്നു. ആ സമയം അവിടെ എത്തിയപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ കിടപ്പിലായിരുന്ന രോഗിയാണ് ഈ ഗോപൻ സ്വാമി. അതുകൊണ്ട് തന്നെ എണീറ്റ് പോകാൻ സാധിക്കുന്ന സാഹചര്യമല്ല എന്ന് തന്നെയാണ് ബന്ധു പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ മക്കൾ നൽകിയ മൊഴി, മൂത്ത മകൻ രാജസേൻ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഈ അച്ഛൻ നടന്നുപോയി സമാധി ഇരുന്നു എന്നാണ്. നേരത്തെ തന്നെ സമാധിക്കായുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കന്യാകുമാരിയിൽ നിന്ന് കല്ല് കൊണ്ടുവന്നു. അതോടൊപ്പം പൂജാദ്രവ്യങ്ങളെല്ലാം ശേഖരിച്ചു വെച്ചിരുന്നു എന്നാണ്. ദൈവത്തിനടുത്തേക്ക് പോകണമെങ്കിൽ ഇത് മറ്റാരെയും അറിയിക്കാതെ തന്നെ പൂജ നടത്തണം, കുടുംബത്തിലുള്ള വേണ്ടപ്പെട്ടവർ മാത്രമാണ് അതിലുണ്ടായിരിക്കേണ്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുവെന്നാണ് മക്കൾ പറയുന്നത്. ഈ കാര്യങ്ങളിലെല്ലാം വ്യത്യാസമായി പിന്നീട് മൊഴി പറയുന്നുണ്ട്. അതായത് മൊഴി നൽകുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞതിനേക്കാൾ വൈരുദ്ധ്യമായാണ് പിന്നീട് പറയുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇത് അസ്വാഭാവികതയുണ്ട് എന്നുള്ള സംശയത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഏതായാലും സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തും. അതിനു മുന്നോടി തന്നെ ഈ വിഷയത്തിൽ കളക്ടർക്ക് കത്തയച്ചിട്ടുണ്ട്. പോലീസ് കളക്ടറോട് നിർദ്ദേശം തേടിയിട്ടുണ്ട്. അതായത് ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുള്ള ആവശ്യമാണ്. ആ ഒരു നീക്കത്തിലേക്ക് കടക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി അവിടെ നിന്നും ഉത്തരവ് വന്നതിന് ശേഷം മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് അയച്ച് അതിന്റെ ഫലം കൂടി കണ്ടെത്തിയതിനു ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് കടക്കുക. കാളിദാസൻ, തീർച്ചയായും ഈ മൊഴികളിലെ വൈരുദ്ധ്യത തന്നെയാണ് ഇവിടെ വലിയൊരു ദുരൂഹത സൃഷ്ടിക്കുന്നത്. എന്തായാലും ഇന്ന് പോസ്റ്റ്മോർട്ടത്തിലേക്കെല്ലാം കടക്കും. കളക്ടറുടെ മൊഴി എപ്പോഴത്തേക്കുണ്ടാവും എന്നുള്ള വിവരങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ടോ? കാളിദാസൻ, കളക്ടർ മൊഴി നൽകേണ്ട സാഹചര്യം ഇവിടെ ഇല്ല. കാരണം കളക്ടറിന്റെ അനുമതി തിരുത്തുന്നു. കാരണം കളക്ടർ മൊഴി എന്നുള്ളതല്ല, കളക്ടറുടെ ഒരു ഉത്തരവ് അതിൽ വരാനുണ്ട് എന്നുള്ളതാണ്. തുടരാം വിഷ്ണു. തീർച്ചയായിട്ടും കാളിദാസൻ, അതിലുള്ളൊരു ഉത്തരവ് വരേണ്ടിയിരിക്കുന്നു. അതിനുശേഷം മാത്രമാണ് പോലീസിന് ഇതിലെ കേസെടുത്ത് അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. കാരണം ഇപ്പോൾ നിലവിൽ നാട്ടുകാരുടെ ആരോപണമുള്ള ആ ദുരൂഹത മാത്രമാണ് നിലനിൽക്കുന്നത്. ആ ദുരൂഹതയെ തുടർന്നാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇതൊരു കൊലപാതകമാണോ എന്നുള്ള സംശയത്തിലേക്ക് പോലും ഇപ്പോൾ കടക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഘട്ടത്തിലായതുകൊണ്ട് തന്നെ അതിന് കളക്ടറുടെ ഉത്തരവ്
ഉത്തരവ് ആവശ്യമാണ്. അതിനായാണ് പോലീസ് ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഏതായാലും അതിനിടയിൽ തന്നെ പോലീസ് ഈ മരിച്ച ഗോപൻ സ്വാമിയുടെ 2 മക്കളെയും ചോദ്യം ചെയ്തു വരികയാണ്. അതായത് മൊഴിയെടുപ്പിന്റെ രീതിയിൽ ചോദ്യം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബന്ധുക്കളോടും അയൽക്കാരോടും ഇക്കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. നാട്ടുകാരടക്കം പറയുന്നത് ഈ മക്കളായാലും ഈ മരിച്ച ഗോപൻ സ്വാമി ആയാലും നാട്ടുകാരുമായി അത്ര അടുപ്പത്തിലായിരുന്നില്ല. അതായത് അവർക്ക് പരിചയമുണ്ടെങ്കിലും പറയത്തക്ക ഒരു രീതിയിലുള്ള ഒരു ഇടപെടൽ നാട്ടുകാരുമായി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മരണവിവരം അറിയാതെ പോയത്. എന്നാൽ മറച്ചുവെച്ച മരണവിവരം ഈ പോസ്റ്ററുകൾ കണ്ടാണ് നാട്ടുകാർ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം സമാധി ഇരുത്തിയത് തന്നെ ആ പ്രദേശത്ത് ആദ്യമായി ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. വളരെ അപൂർവമായ ഒരു രീതിയാണ്, സംസ്കാര രീതിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷണം വേണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാരുടെ മുന്നിലുള്ളത്. വാർഡ് കൗൺസിൽ പോലും ഇക്കാര്യത്തിൽ സംശയം ഉതിർക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ഗോപൻ സ്വാമി നേരത്തെ തന്നെ താൻ സമാധി ഇരിക്കാൻ പോവുകയാണ് എന്ന് വാർഡ് കൗൺസിലറോടും നാട്ടുകാരോടുമൊക്കെ പലപ്പോഴും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിലും സംശയങ്ങൾക്ക് ഇടയില്ല. എന്നാൽ ഈ മരണവിവരം മക്കൾ മറച്ചു വെച്ചതും സമാധി ഇരുന്നതിൽ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോയില്ല എന്നുള്ള കാര്യങ്ങൾ അടക്കമുള്ളതിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് പോലീസും ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. ഏതായാലും കളക്ടറുടെ ഉത്തരവ് ലഭിക്കണം. അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടവും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദവിവരങ്ങൾ ലഭിക്കുക എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാളിദാസൻ.